കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരെന്ത്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരെന്ത്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. CPRൻ്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ. CPRൻ്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാവുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏത്? ടൂർണിക്കൈ. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാവുമ്പോൾ ഉപയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏത്? ടൂർണിക്കൈ. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ട്രയേജ്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ട്രയേജ്. മനുഷ്യൻ്റെ നിശ്വാസവായുവിൽ ഓക്സിജൻ്റെ അളവെത്ര? 17%. മനുഷ്യൻ്റെ നിശ്വാസവായുവിൽ ഓക്സിജൻ്റെ അളവെത്ര? 17%. ഒരു അഗ്നിശമന ഉപകരണം എക്സ്റ്റിങ്ക്വിഷർ പ്രവർത്തിക്കുന്നതിനുള്ള ശരിയായ രീതി ഏത്? പാസ്. പുൾ ദ പിൻ, എയിം ദ സീറ്റ് ഓഫ് ഫയർ, സ്ക്യൂസ് ആൻഡ് സ്വീപ്പ്. ഒരു അഗ്നിശമന ഉപകരണം എക്സ്റ്റിങ്ക്വിഷർ പ്രവർത്തിക്കുന്നതിനുള്ള ശരിയായ രീതി ഏത്? പാസ്. പുൾ ദ പിൻ, എയിം ദ സീറ്റ് ഓഫ് ഫയർ, സ്ക്യൂസ് ആൻഡ് സ്വീപ്പ്. AED ഏതവസ്ഥയിൽ ഉപയോഗിക്കുന്നു? ഹൃദയാഘാതം. AED ഏതവസ്ഥയിൽ ഉപയോഗിക്കുന്നു? ഹൃദയാഘാതം. പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. സ്പ്ലിൻ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസ്ഥിഭംഗം. സ്പ്ലിൻ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസ്ഥിഭംഗം. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏതുതരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ക്ലാസ് D ഫയർ. വായുസമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം അറിയപ്പെടുന്നത് ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മൂതറിംഗ്. ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. DCPയുടെ പൂർണ്ണരൂപം ഡ്രൈ കെമിക്കൽ പൗഡർ. ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിൻ്റെ അളവ്. താപധാരിത. വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മർദ്ദമാണ് ക്രിട്ടിക്കൽ പ്രഷർ.